തെരുവുനായ നിയന്ത്രണത്തിലുള്ള സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാനത്ത് സമയബന്ധിതമായി നടപ്പിലാകില്ല എന്ന ആശങ്ക. ആവശ്യത്തിന് തെരുവുനായ ഷെൽട്ടറുകളും വന്ധീകരണ കേന്ദ്രങ്ങളും ഇല്ലാത്തത് ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഒരു പ്രധാന തടസ്സമാണ്. 153 ABC സെന്ററുകൾ സമയബന്ധിതമായി സ്ഥാപിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പാഴ്വാക്കായിരിക്കുകയാണ്. കേരളത്തിൽ നാളുകളായി നിരവധി പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാന നടപടികൾ ഉണ്ടായിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നായകളെ തെരുവ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് കോടതി പുറപ്പെടുവിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇവ പ്രവേശിക്കുന്നില്ലെന്ന് ദിവസവും ഉറപ്പുവരുത്തണമെന്നും 8 ആഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഈ ഉത്തരവാണിപ്പോൾ സർക്കാരിന് കുരുക്കായി മാറിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആവശ്യമായ തെരുവുനായ ഷെൽട്ടറുകളും വന്ധീകരണ കേന്ദ്രവും ഇല്ലാത്തതാണ് ഉത്തരവ് നടപ്പാക്കുന്നതിൽ തടസ്സമാകുന്നത്. 153 ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ കേരളത്തിൽ ബ്ലോക്ക് തല അടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചുമതല നൽകിക്കൊണ്ട് 28 ലക്ഷം വീതം ചിലവഴിച്ച് പദ്ധതി നടപ്പാക്കുമെന്ന് 2025 ജൂലൈ 7 മന്ത്രിമാരായ ചിഞ്ചുറാണിയും MP രാജേഷും ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന ABC സെന്റർ മാത്രമാണ് നിലവിലുള്ളത്. തെരുവുനായകൾ ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരൊറ്റ കേന്ദ്രത്തിൽ മാത്രം നായകളെ സംരക്ഷിക്കുവാൻ പ്രായോഗികമായി സാധിക്കില്ലെന്ന് ഉറപ്പാണ്. പ്രഖ്യാപനം പ്രാവർത്തികമാക്കാത്തതാണ് സർക്കാരിന് തിരിച്ചടിയാകുന്നത്. ജനം, തിരുവനന്തപുരം.